ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നേരെ വീഡിയോയിലേക്ക്. ഒരു പ്രായം വരെ നമ്മുടെ ഓരോ കാര്യങ്ങളും നടത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ഉമ്മാടത്തി എന്ന് പറയും. ഉമ്മ ഉപ്പാടത്തി ഇതൊന്ന് പറയും, ഉമ്മ അതൊന്ന് ചെയ്തു തരാന് എന്ന് നമുക്ക് ശുപാർശ ചെയ്യുന്നത് ഉമ്മയായിരിക്കും. അവിടെ എല്ലാം നടത്തിത്തരും. പിന്നെ ഒരു പ്രായം വരെ നമ്മളുടെ ഹീറോ ഉപ്പയായിരിക്കും. പ്രായത്തിന്റെ പ്രശ്നം കൊണ്ടോ അസുഖം കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടോ ജോലി നഷ്ടമായി അല്ലെങ്കിൽ ബിസിനസ് മോശമായിട്ടൊക്കെ വീട്ടിൽ ഇരിക്കുന്ന ഉപ്പമാരുണ്ടല്ലോ, ഇവരുടെ മക്കൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ജോലി കിട്ടി സ്വന്തം കാലിൽ നിന്ന് സമ്പാദിക്കാൻ തുടങ്ങും. പിന്നെ ഈ ഉപ്പമാരുടെ വീട്ടിലെ അവസ്ഥയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എല്ലാ വീട്ടിലെയും കാര്യമല്ല കേട്ടോ പറയുന്നത്. ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട 1-2 സംഭവങ്ങൾ ഈ അടുത്ത് കണ്ടത് വെച്ചിട്ട് ഞാൻ പറയാം. മക്കൾ സമ്പാദിക്കാൻ തുടങ്ങിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു തണ്ടി ഈ മക്കൾക്ക് വരും. ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്തിനാ ഉപ്പ അഭിപ്രായം പറയുന്നത്? പറഞ്ഞാൽ നിങ്ങൾ ചെലവാക്കുമോ പൈസ? ഇല്ലല്ലോ, അപ്പൊ പിന്നെ മിണ്ടായിരിക്കും എന്ന് മക്കൾ പറയുകയും അത് കേട്ടിട്ട് ഇത്രയും നാളും തൻ്റെ എല്ലാ വിഷമങ്ങളും കാണുകയും താൻ ഷെയർ ചെയ്യുകയും ചെയ്ത തൻ്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മ അതിനെ സപ്പോർട്ട് ചെയ്യാം. മക്കൾ പറഞ്ഞാൽ ശരിയല്ലേ, നിങ്ങൾ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യത്തിനകത്തൊക്കെ അഭിപ്രായം പറയാൻ പോന്നെ എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്ന ആ മനുഷ്യന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ മനുഷ്യനുണ്ടല്ലോ, ഉപ്പ എന്ന് പറയുന്ന ഈ ആൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ പുള്ളി മറന്നുപോയിട്ടുണ്ടാകും. കാരണം പുള്ളിയുടെ മനസ്സ് മൊത്തം സഹോദരങ്ങളും കുടുംബവും ഭാര്യയും മക്കളുമായിരുന്നു. ഇപ്പോഴത്തെ ഒരു ഭാഷയെ പറഞ്ഞാൽ ജീവിക്കാൻ മറന്നുപോയ മനുഷ്യൻ, അതാണ് ഉപ്പ. ആ മനുഷ്യനെയാണ് കൈ കുറച്ച് പൈസ വന്നപ്പോൾ, എല്ലാ ഉമ്മമാരുടെയും കാര്യമല്ല കേട്ടോ പറഞ്ഞത്, ചില ഉമ്മമാര്, ഞാൻ ഈ കണ്ട സംഭവം എന്ന് പറയുന്നതിനകത്ത് ഉമ്മയും മക്കളുടെ കൂടെ തന്നെയായിരുന്നു. ഉപ്പേനെ കുറ്റം പറയായിരുന്നു. ഉപ്പ ചെയ്ത് തന്ന നല്ല കാര്യങ്ങളൊക്കെ എങ്ങനെ മറന്നുപോയെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ചില ഉമ്മമാര് വന്ന് പറയും, എന്തുവാ ഉപ്പായ മാത്രം പറയുന്നത്, ഞങ്ങൾക്ക് എന്താ കഷ്ടപ്പാടില്ലേ? അങ്ങനെ അല്ല കേട്ടോ, എല്ലാ ഉമ്മമാരെ അല്ലാന്ന് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് എടുത്ത് പറഞ്ഞത്. പിന്നെ ഉപ്പയെ നല്ലപോലെ നോക്കുന്ന മക്കളും ഉണ്ട്, ഇല്ലാന്നല്ല. തീരെ വയ്യാണ്ടായ ഉപ്പമാരെ മരണം വരെയും പൊന്നുപോലെ നോക്കുന്ന മക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ടുള്ളവർ പറയും പഴുത്ത ഇല വീഴുന്ന കണ്ട് പച്ചല ചിരിക്കരുതെന്ന്. എനിക്കും നിങ്ങളോട് അതേ പറയാനുള്ളൂ. നമുക്ക് വേണ്ടി നമുക്ക് ജീവൻ നൽകിയല്ല, നമുക്ക് ജീവിതം നൽകിയ വ്യക്തികളാണ് അവര്. അവരെ തള്ളിപ്പറഞ്ഞിട്ട് ഇങ്ങനെ പല സൈസിലെ ആൾക്കാരുണ്ടല്ലോ നമുക്ക് ചുറ്റും.